കൃഷ്ണ ഗുരുവായൂരപ്പ. വൃശ്ചികം രാശിക്കാരുടെ പുതുവർഷ ഫലം 2025 പറയാൻ പോകുന്നത്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഇപ്പോൾ ശനി 4-ലും വ്യാഴം 7-ലുമാണ്. എന്ന് വെച്ചാൽ കണ്ടകശനിയാണ്. അതേസമയം വ്യാഴത്തിൻ്റെ നല്ല സംരക്ഷണത്തിൽ മുന്നോട്ട് പോകുന്നു. കണ്ടകശനിയാണെങ്കിലും വ്യാഴത്തിൻ്റെ നല്ലൊരു പൊസിഷനിലാണ് ഇപ്പോൾ പോകുന്നത്. എന്നാൽ ഇത് കണ്ടകശനിയുടെ പ്രശ്നങ്ങളുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ ചെറിയ അലച്ചിലുകളും എന്തുണ്ടായാലും ഈശ്വരാനുഗ്രഹം മൂലം എല്ലാം നേരിടാനുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഇത് മാറിയിട്ട് മാർച്ചിൽ 2025 മാർച്ചിൽ ശനി 5-ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ അത്ര നല്ലതെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സന്താനങ്ങളെ പറ്റിയും ഒക്കെ ഒരു, അല്ലെങ്കിൽ ദാമ്പത്യത്തിലാണെങ്കിലും ചെറിയ മനോവിഷമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഓരോ അസുഖങ്ങൾ ഉണ്ടാവാം. ശനിയാണല്ലോ, അതായത് 5-ാം ഭാവത്തിൽ സന്താനഭാവത്തിലേക്ക് മാറുമ്പോൾ അവിടെ നമുക്ക് സന്താനങ്ങൾക്കും അതുപോലെ തന്നെ കളത്രത്തിനും ദോഷമെന്ന് പറയാം. അപ്പോൾ അതത്രയ്ക്ക് അങ്ങോട്ട് നല്ലൊരു സ്ഥാനം അല്ല. എന്നാലും കുഴപ്പമില്ല. മറ്റുള്ള സ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിയ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. എന്നാലും അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ അതിന് ശേഷം വ്യാഴം 7-ാം ഭാവം എന്ന നല്ലൊരു സ്ഥാനത്ത് നിന്ന് അഷ്ടമത്തിലേക്കാണ് പോകുന്നത്. അഷ്ടമം എന്ന് പറഞ്ഞാൽ അഷ്ടമ വ്യാഴം ദോഷം തന്നെയാണ്. അപ്പോൾ തമ്മിൽ ഭേദത്തിൽ നിൽക്കുക ശനിയാണ്. ശനിയുടെ ഗുണങ്ങൾ കുറച്ച് കിട്ടെങ്കിലും ഗുണം ഉണ്ടാവുക ശനിനെ കൊണ്ടാണ്. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഓരോ കേസുകൾ വെറുതെ വരിക, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾക്ക് വെറുതെ പഴി കേൾക്കേണ്ടി വരിക, നല്ലതിന് വേണ്ടി നമ്മൾ പറയുന്നത് നമുക്കെതിരായിട്ട് വരിക. നമ്മൾ ചിലപ്പോൾ ഇടപെടുന്നത് നല്ല രീതിയിലായിരിക്കും, അത് നമുക്കെതിരെ തന്നെ പണിയായിട്ട് വരും. അതായത് അതുപോലുള്ള വെറുതെ വയ്യാവേലികൾ ഏറ്റുവാങ്ങേണ്ട അങ്ങനെ ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഈശ്വരഭജനത്തിൽ കൂടെ അതിനെ മുന്നോട്ട് അതിൽ നിന്ന് മറികടക്കാൻ കഴിയും. അപ്പോൾ ഈശ്വരഭജനം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെയാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുക. പിന്നെ ശനിയുടെ ദോഷങ്ങൾ അകറ്റാനായി ശരിക്ക് ശനീശ്വര പൂജ, ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, പിന്നെ ശാസ്താവിന് നീരാഞ്ജനം ചെയ്യാം, ഹനുമാനെ ഭജിക്കാം, ഹനുമാന് വെറ്റിലമാല ചാർത്താം, അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യാം. ഒരു വഴിപാടും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഭഗവാനെ വിളിക്കുക. അങ്ങനെയൊരു, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം എന്നും ചൊല്ലുന്നത് ഒരു ശീലമാക്കിയാൽ നമുക്ക് ഒന്നും ഏൽക്കില്ല. അപ്പോൾ നമുക്ക് ചിലർ പറയുന്നുണ്ട്, എനിക്ക് ഈ വഴിപാടൊന്നും ചെയ്യാൻ പൈസയില്ല, അപ്പോൾ ഞാൻ എന്തു ചെയ്യും? ഭഗവാനെ വിളിക്കാൻ കാശ് വേണ്ടല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് മനസ്സിൽ ഭഗവാനെ ആത്മാർത്ഥമായി വിളിക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു അമ്പലത്തിൽ സന്ദർശനം നടത്തുക. വഴിപാടൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ എന്തെങ്കിലും സന്ദർശനം ഇടയ്ക്ക് നടത്താം, അവിടെ പോയി പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് അമ്പലങ്ങളിലെ സന്ദർശനം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആ ചക്രങ്ങളുണ്ട്, നമ്മുടെ ശരീരത്തിൽ ചക്രാസ് ഉണ്ട്. ആ ചക്രാസിന് ഒരു ഓറ എന്ന് പറയും, ഒരു ഊർജ്ജ വലയം നമുക്ക് ചുറ്റുണ്ട്. അതിനെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്ന പറയാം, അതായത് ശുദ്ധീകരിക്കും. അപ്പോൾ നമ്മുടെ ചക്രാസിനെയൊക്കെ ഒന്ന് ശുദ്ധീകരിക്കാനായി അമ്പലങ്ങളിലിടയ്ക്ക് പോകുന്നത്, ആ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റീവ് എനർജിയെ നിറയ്ക്കാൻ അമ്പലങ്ങളിൽ പോകുന്നത് സഹായകമാകും. അപ്പോൾ വഴിപാടുകളൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ ഭഗവാനെ വിളിക്കാം, മന്ത്രങ്ങൾ ചൊല്ലാം. വീട്ടിൽ തന്നെ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പൂജിക്കുക, അല്ലെങ്കിൽ വിളക്ക് വെച്ച് നാമം ചൊല്ലുക. നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ച് നാമം ചൊല്ലുന്നതിന് ഒരു പ്രത്യേക ഫലമാണ്. എന്നും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. എന്നും വിളക്ക് കൊളുത്തി അതിന് വേണ്ടി, നമുക്കിപ്പോൾ കഷ്ടകാലമാണെങ്കിലും അല്ലെങ്കിലും വിളക്ക് കൊളുത്തി അതിന് മുന്നിലിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ കുടുംബാംഗങ്ങളെല്ലാവരും സമയം കണ്ടെത്തുക. അപ്പോൾ തന്നെ നമ്മുടെ കഷ്ടപ്പാട് കുറേ മാറിപ്പോകും. ഇന്ന് എല്ലാവർക്കും വിളക്ക് കൊളുത്താനൊന്നും നേരമില്ല, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തണ നേരം സീരിയലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ
നമ്മൾ നമ്മുടെ നെഗറ്റീവ് ആണ് അനുഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വിളക്ക് കൊടുത്ത ഒരു സമയം കണ്ടെത്തുക. വൈകിട്ട് ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. 2 നേരം രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇരട്ടി ഫലം ചെയ്യും. അപ്പോൾ നമ്മുടെ ദോഷങ്ങൾ നമുക്ക് ഏൽക്കില്ല. വിളക്ക് കൊളുത്തുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ അതിനെ നമ്മുടെ വിളക്ക് എന്ന ആ ഐശ്വര്യം അത് തള്ളി മാറ്റും. നെഗറ്റീവ് എനർജി വീടിനുള്ളിലേക്ക് വരില്ല. ലക്ഷ്മി വരും വീട്ടിലേക്ക് എന്നാണ് പറയുക. അപ്പോൾ ലക്ഷ്മി ദേവിയെ സ്വീകരിക്കണം സന്ധ്യാസമയത്ത് പ്രത്യേകിച്ച്. അപ്പോൾ വിളക്ക് വയ്ക്കാനും എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. പൈസ ഇല്ല, എനിക്ക് വഴിപാട് ചെയ്യാനും ഒരുപാട് വഴിപാടുകൾ പറയുന്നു എന്നൊക്കെ ചിലർ കമൻസിലിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പേടിയും വിചാരിക്കേണ്ട, ഭഗവാനെ വിളിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. അതിലും വലിയ വഴിപാട് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.